മോഹൻലാൽ ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3-ക്കെതിരെ പരാതിയുമായി ഇടുക്കി സ്വദേശിയായ കർഷകൻ പൊട്ടൻകാട് സ്വദേശിയായ R.D. രാജീവാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സിനിമയിൽ നടൻ മോഹൻലാൽ ഉപയോഗിച്ച ആഡംബര കാറിന്റെ നമ്പർ തന്റെ സ്വന്തം വാഹനത്തിന്റേതാണെന്നും അനുവാദം കൂടാതെ ഉപയോഗിച്ചെന്നുമാണ് പരാതി. താൻ പോലീസ് നിരീക്ഷണത്തിലാണെന്നുമാണ് രാജീവൻ പറയുന്നത്. ദൃശ്യം 3 സിനിമയിലെ നായകനായ ജോർജ് കുട്ടിയും അദ്ദേഹത്തിന്റെ KL 69D 2772 എന്ന കറുത്ത MG ഹെക്ടർ കാറും സിനിമാ പ്രേമികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. എന്നാൽ ആ കാർ ജീവിതത്തിൽ വില്ലനായിരിക്കുകയാണെന്നാണ് പൊട്ടൻകാട് സ്വദേശി രാജീവിന്റെ പരാതി. തന്റെ ഉടമസ്ഥതയിലുള്ള മഹീന്ദ്ര സ്കോർപിയോ വാഹനത്തിന്റെ നമ്പർ സിനിമയിൽ വ്യാജമായി ഉപയോഗിച്ചുവെന്നാണ് രാജീവ് പറയുന്നത്. നിർമ്മാതാവോ സംവിധായകനോ വാഹനത്തിന്റെ നമ്പർ ഉപയോഗിക്കുന്നത് തന്നെ അറിയിച്ചിട്ടില്ല. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള സിനിമയിൽ ഇത്തരത്തിൽ തന്റെ വാഹനത്തിന്റെ നമ്പർ വന്നതോടെ നാട്ടുകാർക്കിടയിൽ താൻ സംശയത്തിന് നിഴലെന്നാണ് രാജീവ് പറയുന്നത്. ഞാൻ 2023 ഒരു സ്കോർപിയോ എടുത്തു. ആ വണ്ടിയുടെ നമ്പർ KL 69D 2772 പുതിയ ദൃശ്യം 3 ഇറങ്ങിയപ്പോൾ അതിനകത്ത് മോഹൻലാൽ ഉപയോഗിക്കുന്ന MG ഹെക്ടറിന് എൻ്റെ വണ്ടിയുടെ സെയിം സീരിയൽ നമ്പർ വെച്ച് ഈ KL 69D 2772 എന്ന നമ്പർ വെച്ച് അവർ ഉപയോഗിച്ചു. ഇവർ മിനിമം 1 വർഷമെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് വണ്ടി എന്തെങ്കിലും ആക്സിഡന്റ് ആവുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പേര് സ്വാഭാവികമായിട്ടും കേസ് വരും. തന്നെയല്ല, സെയിം അതുപോലെ തന്നെ വ്യാജമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെൻ്റെ പെർമിഷനോടുകൂടിയൊന്നും ചെയ്തതല്ല. സിനിമയിൽ തന്റെ വാഹനത്തിന്റെ നമ്പർ വരുന്ന ഭാഗം പൂർണ്ണമായും ഒഴിവാക്കുക, ഇതൊഴിവാക്കും വരെ സിനിമയുടെ പ്രദർശനം തടയുക, തനിക്കുണ്ടായ മാനഹാനിക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർ പരസ്യമായി മാപ്പ് പറയുക എന്നീ ആവശ്യങ്ങളാണ് രാജീവ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങൾ ഉന്നയിച്ച് സിനിമയുടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ ജിത്തു ജോസഫ്, നടൻ മോഹൻലാൽ എന്നിവരെ എതിർകക്ഷികളാക്കി രാജീവ് മൂന്നാർ DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. വാഹനത്തിന്റെ RC ബുക്കിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള രേഖകളും പരാതിക്കൊപ്പം രാജീവ് പോലീസിന് കൈമാറി. ജനം, ഇടുക്കി.